ഹലോ, ഞാൻ ലിപിൻലി. അപ്പൊ ഞാൻ ഇന്ന് കണ്ട ഒരു സിനിമയാണ് തയ്യൽ മിഷൻ. തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ, അതായത് ഗായത്രി സുരേഷ്, മറ്റേ കിച്ചു ടൈറ്റസ് അങ്ങനെ കണ്ട പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്കവാടി ഡയറീസിലുള്ള പുള്ളി തന്നെ. അങ്കവാടി ഡയറീസിൽ ആ പുള്ളി റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ പടം കണ്ടു. പടം എന്ന് പറഞ്ഞാൽ ഒരു പ്രേതപ്പടമാണ്, ഒരു ഹൊറർ പടമാണ്. പക്ഷെ ആ പടം കണ്ടിട്ട് പേടിക്കാൻ പോയിട്ട് എങ്ങനെയാ ഒന്ന് പേടിക്കാൻ പോയൊരു സംഭവം ആ പടത്തിൽ ഇല്ല. പടത്തിന്റെ ക്ലൈമാക്സ്, അതായത് ക്ലൈമാക്സ് ഉണ്ടെന്ന് വിചാരിച്ച് ഒരു പടം പിടിക്കില്ല. ആ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. വേറെ കൂടുതലായിട്ടൊന്നും എനിക്ക് അതിലൊന്നും പറയാനുമില്ല. പിന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസും മോശം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിലെ ഈ കിച്ചു ആ നായകന്റെ സൗണ്ട് ഡെലിവറിയും ആയാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു പോരായ്മ ഉള്ള പോലെ. അതായത് ഒരു അങ്ങനെ ഒരു എന്താ പറയണ, ഇപ്പൊ ശരിക്കും ഒരു പോലീസുകാരൻ സംസാരിക്കണ ഒരു രീതിയിലേ അല്ല. കാരണം ആ ഒരു അത് ഫീൽ ഉണ്ട്. പിന്നെ ഈ പടത്തിൽ വില്ലൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയും ഇതേപോലെ തന്നെ. ഒക്കെ ഈ പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടില്ല കൂടുതല്. പക്ഷെ എന്താ പറയാ, ഒരു ഇതില്ല എനിക്ക് ആകെ പടത്തില് കണ്ടു പരിചയമുള്ള ഒരു ഈ കിച്ചു എന്ന് പറഞ്ഞ ആളെയും, പിന്നെ അതേപോലെ മറ്റേ ഗായത്രി സുരേഷ്. ഗായത്രി സുരേഷ് ഇതിലൊരു പ്രേതാണ്. അതാണ് കാര്യം. ഒരു പ്രേതമായിട്ടാണ് ഗായത്രി സുരേഷ് ഇതിൽ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ കണ്ട പടം എന്ന് പറഞ്ഞാൽ യക്ഷി ഞാനെന്ന് പറഞ്ഞൊരു സിനിമ കണ്ടുണ്ട്. അത് കണ്ടപ്പോൾ ഇതേ ഫീൽ തന്നെ. ഒരു വികാരം ഇല്ലാത്ത ഒരു പ്രേതമില്ല. ആ ഒരു സംഭവം. അതായത് ഈ പ്രേതത്തിന്റെ ഉദ്ദേശം ആരും ഉപദ്രവിക്കാനുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്താനുള്ള ഒരു കാര്യങ്ങളല്ല. അവര് എങ്ങനെ മരിച്ചു എന്നുള്ള രഹസ്യം കണ്ടുപിടിക്കും. അതിനു വേണ്ടി വെറുതെ തയ്യൽ മെഷീനിൽ നിന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രേതം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ പൊന്ന്, ശരിക്കും ബോറടിച്ചു ആ പടം കണ്ടിട്ട്, തയ്യൽ മെഷീൻ. പിന്നെ പടത്തില് വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല ഇതില്. പടത്തിലെ പാട്ടുകളൊന്നും അത്ര ക്യാച്ചായിട്ട് തോന്നിയില്ല. കാരണം ഒന്നും ഒരു ഫീൽ കിട്ടിയില്ല. പിന്നെ ഇതിലൊരു അച്ഛനുണ്ട്. ഒരു പള്ളിയിൽ അച്ഛനായിട്ട് ഒരാളെ മറ്റേ സീരിയലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളാണെന്ന് ആ ആളെന്നെ സീരിയലിൽ അഭിനയിച്ച ഒരാളുണ്ട്. അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാട്ടും. പുള്ളിയുടെ വേർപ്പിക്കലാണ്. എന്ത് കണ്ടാലും പുള്ളിക്ക് ഒറ്റ ഡയലോഗുള്ളൂ: ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജി, അങ്ങനെ കണ്ടാവും. അത് സ്ഥിരം ഒരേ ഡയലോഗ് തന്നെ എപ്പോഴും എല്ലായ്പ്പോഴും ഇടുന്നു. അതായത് ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ആ മറ്റേ അടികപ്പിയാരെ കൂട്ടുമണിയില് മറ്റേ മുകേഷ് പറയുന്ന ഡയലോഗില്ലേ, മുകേഷ് അച്ഛനായിട്ടുള്ള പറയുന്ന ഡയലോഗില്ലേ ലാസ്റ്റ് ആ പ്രയോജനം കാണുമ്പോ, ഇത് തന്നെ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ആൻഡ് ഇൻ ദ നെയിം ഓഫ് ഹോളി സ്പിരിറ്റ്. ഇത് മാത്രം ഒരു 3-4 തവണ ഇത് മാത്രം പറയുന്നുണ്ട്. 3-4 തവണ മിക്കപ്പോഴും ഇത് തന്നെയാ പറയണത്. അതായത് പിന്നെ പടത്തില് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ക്ലൈമാക്സ് അല്ല, ഇതിന്റെ ഈ സംഭവത്തിലേക്ക് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ, ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഈ ഗായത്രി എങ്ങനെ മരിച്ചെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഒരു വക്കീലല്ല, ഒരു കത്തിയാരി ഒരു കാര്യം പറഞ്ഞു. അന്ന് ഈ കത്തിയാരി സെയിം നാട്ടുകാരനാണ്. ഈ സംഭവങ്ങളൊക്കെ അറിയണ അച്ഛന്റെ കൂടെയുള്ള ആളാണ്. പക്ഷെ ഇതൊന്നും ഇതിനു മുമ്പ് ഒരു നാട്ടുകാർക്ക് അറിയില്ല. അതന്നെ എനിക്കൊരു മാനേജർ എന്താ പറയുക, ഒട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു കഥ. അത്രേ ഉള്ളൂ. പിന്നെ പടത്തില് വേറെ കുറെ ഉണ്ട്. അതായത് മറ്റേ വിഷ്ണു കൊച്ചിക്കാര്, പൈനാപ്പിൾ തലയിൽ എന്ന് പറഞ്ഞ ഒരുത്തിനില്ലേ, അവനിതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ പൊന്നോ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഡയലോഗ് അറിയില്ലേ? അതായത് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ചില ഡയലോഗ്സ് കിട്ടില്ലേ, ഇതങ്ങനെയാണ്. അതായത് ഈ സോഷ്യൽ മീഡിയയിലിട്ട് അവനിപ്പോ എല്ലാവരും കലയ്ക്ക് ഊക്കിക്കൊണ്ടിരിക്കാലോ. അത് ആ പടത്തിന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ നല്ല വൃത്തിയായിട്ട് ചെയ്തു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം അതിൽ മറ്റേ നടൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പഴം കള്ളനായി പോയല്ലോന്ന്. ഒരു കൊലക്കേസിലൊരു പ്രതി, അതായത് കായക്കൊല കട്ട ഒരു കേസിലെ പ്രതി, അതാണ് ഈ വിഷ്ണു കൊച്ചിക്കാര് ഇത്രയും നാള് അവന്റെ പടാണെന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കൂടുതലൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ എന്തായാലും അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരം അഭിനയിച്ചു, അത്ര തന്നെ. അത്രയും പറയാനുള്ളൂ. പിന്നെ കുറച്ച് ഡയലോഗുണ്ട്. പക്ഷെ ആ ഡയലോഗാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ ഡയലോഗ് അവന് ഡബ് ചെയ്താണ്. ആ ഡബ് ചെയ്ത സെയിം ആൾ തന്നെ അടുത്ത ആൾക്ക് ഡബ് ചെയ്യുന്നുണ്ട്. കാരണം ആ വോയിസ് മോഡുലേഷൻ നമുക്ക് ശരിക്കും മനസ്സിലാവും ഓരോ ആൾക്കാരെ ഡബ് ചെയ്തിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ
മറ്റേ കിച്ചു ടൈറ്റസ്. പുള്ളിക്കാരൻ ഒരു ഡയലോഗ് ഉണ്ട്, പോർക്കിന്റെ തല പൊളിക്കുന്ന പോലെ നിന്റെ തല പൊളിക്കുന്ന, അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ഇപ്പോഴും അങ്കവാലി ഡയറീസിന്റെ ഒരു ഹാങ് ഓവറിലാണ് എനിക്ക് തോന്നണേ. വേറൊന്നും പറയല്ല. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല പടം, അത്രേ ഉള്ളൂ. ശരി.